നമസ്കാരം. എല്ലാവർക്കും കൊച്ചിൻ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. ഉള്ള വാർത്തകളിലേക്ക് എല്ലാം ചാനൽ ഫോളോ ചെയ്യുക. പെരുമ്പാവൂർ മില്ലുംപടി ഭാഗത്ത് വെൽഫെയർ പാർട്ടി യൂത്ത് കോൺഗ്രസിൻ്റെ ഗുണ്ടാവിളിയാട്ടം. പെരുമ്പാവൂർ മുനിസിപ്പൽ 22-ാം വാർഡിൽ വാർഡ് കൗൺസിലർ ലതാ സുകുമാരൻ്റെ നേതൃത്വത്തിൽ മോശപ്പെട്ട റോഡ് നന്നാക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തുന്നതിനിടയിൽ വെൽഫെയർ പാർട്ടിയുടെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ചില ഗുണ്ടകൾ വന്ന് പണി തടസ്സപ്പെടുത്തുകയും വാർഡ് കൗൺസിലർ ലതാ സുകുമാരൻ അസഭ്യം പറയുകയും ചെയ്ത സാഹചര്യത്തിലാണ് CPM-ൻ്റെ ലോക്കൽ കമ്മിറ്റി മെമ്പറും LDF-ൻ്റെ വാർഡ് സെക്രട്ടറിയുമായിട്ടുള്ള PK സിദ്ദീഖ് അവിടെ എത്തുന്നത്. സിദ്ദീഖ് ഇടപെട്ടുകൊണ്ട് റോഡിൻ്റെ എസ്റ്റിമേറ്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ട് കട്ട വിരിക്കാൻ. അതുകൊണ്ട് താൽക്കാലികമായിട്ടുള്ള ഈ ഒരു മെയിൻ്റനൻസ് നടക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ വളരെ മോശമായ രീതിയിൽ അസഭ്യം പറയുകയും സിദ്ദീഖിനെ യാതൊരു കാരണമില്ലാതെ ക്രൂരമായി മർദ്ദിക്കുന്ന ഒരു അവസ്ഥയും അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ സിദ്ദീഖ് എന്ന് പറഞ്ഞ ആള് സാൻഡ് ഹോസ്പിറ്റലിൽ തീവ്ര വിഭാഗത്തിൽ അഡ്മിറ്റാണ്. ഈ ഗുണ്ടകൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പാറപ്പുറം ഭാഗത്ത് ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധ പ്രകടന യോഗം നടക്കുകയുണ്ടായി. പ്രതികൾക്കെതിരെ കുലക്കുറ്റം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൊലക്കുറ്റ കേസ് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധ പ്രകടനത്തിൽ 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. ഈ തരം ഗുണ്ടകളെ നിലക്ക് നിർത്തുന്നതിന് വേണ്ടി ശക്തമായ തിരിച്ചടി കൊടുക്കണമെന്നുള്ളതാണ് പരിസരവാസികളുടെ ആവശ്യം. ആ ആവശ്യം നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിലാണ് പരിസരവാസികൾ. എന്തൊക്കെയായാലും ഇത്തരം ഗുണ്ട വിളയാട്ടങ്ങളെ നമ്മുടെ സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇത്തരക്കാരെ മുളയിലെ നുള്ളി തിരിച്ചടിക്കണമെന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം. അതുകൊണ്ട് പോലീസിൻ്റെ ഭാഗത്തുനിന്നും അധികാരികളുടെ ഭാഗത്തുനിന്നും ശക്തമായ ഇടപെടലുണ്ടായി ഈ പ്രതികൾക്ക് തക്കതായ ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വാർത്ത ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം.